CPI വിട്ട CC മുകുന്ദൻ MLA BJPയിൽ ഇന്ന് ഉച്ചയോടെ BJP ജില്ലാ കമ്മിറ്റി ഓഫീസായ നമോ ഭവനിലെത്തി CC മുകുന്ദൻ അംഗത്വം സ്വീകരിച്ചു. സിറ്റിംഗ് സീറ്റായ നാട്ടിക നിയമസഭാ മണ്ഡലത്തിൽ CC മുകുന്ദൻ BJP സ്ഥാനാർത്ഥിയാകും. കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ സീറ്റ് വേണമെന്ന് 2020യും BDJS-ഉം വെട്ടിലായി BJP നേതൃത്വം. BJP സ്ഥാനാർത്ഥിയാകാനായി ചുമരെഴുത്തുകൾ തുടങ്ങിയ B ഗോപാലകൃഷ്ണന് ഘടകകക്ഷികളുടെ നീക്കം തിരിച്ചടി. ചാലക്കുടിയിൽ UDF മുനിസിപ്പൽ കൗൺസിലർ നിയമസഭയിലേക്ക് LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കും. കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രതിനിധിയായിട്ടാണ് കൗൺസിലർ അഡ്വക്കേറ്റ് ബിജു S ചെറിയത്ത് മത്സരിക്കുന്നത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. CPI വിട്ട CC മുകുന്ദൻ MLA BJPയിൽ ഇന്ന് ഉച്ചയോടെ BJP ജില്ലാ കമ്മിറ്റി ഓഫീസായ നമോ ഭവനിലെത്തി CC മുകുന്ദൻ അംഗത്വം സ്വീകരിച്ചു. കോൺഗ്രസ് കൈവിട്ടതോടെ മുകുന്ദൻ BJP നേതാക്കളുമായി ബന്ധപ്പെടുകയായിരുന്നു. BJP പ്രവേശനം ഉറപ്പിച്ചതോടെ സിറ്റിംഗ് സീറ്റായ നാട്ടിക നിയമസഭാ മണ്ഡലത്തിൽ CC മുകുന്ദൻ BJP സ്ഥാനാർത്ഥിയാകും. വളരെയേറെ നിർണായകമായ പങ്കാളിത്തം വഹിച്ച് മുന്നോട്ട് പോകാൻ കഴിവുള്ള ഒരു പ്രസ്ഥാനം, അതിലേക്ക് ഇനിയും ഞാനും കൂടി വരുമ്പോൾ ഇനിയും ഒരുപാട് മാറ്റങ്ങൾ ഈ രാജ്യത്ത് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടു കൂടിയാണ് വന്നിട്ടുള്ളത്. എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ജനങ്ങളോട് താല്പര്യം സംരക്ഷിക്കുക, പാവപ്പെട്ടവരുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ മെച്ചപ്പെട്ട സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുക എന്നൊരു പ്രതിജ്ഞയാണ് എന്റെ മനസ്സിലുള്ളത്. അത് നിറവേറ്റുന്ന നിലയിൽ എന്റെ കൂടെ വന്ന് എന്നെ സഹായിക്കുന്ന ഈ പ്രസ്ഥാനത്തോട് എന്നും കൂറുപുലർത്തി ഞാൻ മുന്നോട്ട് പോകും എന്നൊരു പ്രതിജ്ഞയാണ് ഈ അവസരം പറയാനുള്ളത്. നാട്ടികയിൽ മത്സരിക്കുന്നതിനായി CPI വിട്ട CC മുകുന്ദൻ MLA കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നെങ്കിലും മറുപടി നൽകിയിരുന്നില്ല. പിന്നാലെ CC മുകുന്ദനെ പിന്തുണയ്ക്കാതെ സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥിയെ നിർത്താൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചു. സുനിൽ ലാലൂർ ആയിരിക്കും നാട്ടികയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുക. മുകുന്ദൻ വിമതനായി മത്സരിച്ചാൽ CPI സ്ഥാനാർത്ഥിക്ക് ലഭിക്കേണ്ട വോട്ടുകൾ ഭിന്നിക്കുമെന്നും അതുവഴി മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിക്ക് ജയിക്കാമെന്നുമാണ് നേതാക്കളുടെ വിലയിരുത്തൽ. കോൺഗ്രസും കൈവിട്ടതോടെയാണ് CC മുകുന്ദന്റെ പുതിയ നീക്കം. പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിലാണ് CPIയിൽ നിന്ന് കഴിഞ്ഞ ദിവസം CC മുകുന്ദനെ പുറത്താക്കിയത്. മണ്ഡലത്തിൽ മുകുന്ദന് പകരം മുൻ MLA ഗീതാ ഗോപിയെ സ്ഥാനാർത്ഥിയായി CPI നേതൃത്വം പ്രഖ്യാപിച്ചതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. ഗീതാ ഗോപിയുടേത് പേയ്മെന്റ് സീറ്റെന്ന് വിമർശിച്ച CC മുകുന്ദൻ പണം പിരിച്ചു നൽകാൻ കഴിയാത്തതിനാലാണ് തന്നെ ഒഴിവാക്കിയതെന്നും ആരോപിച്ചു. ആദ്യഘട്ടത്തിൽ മുകുന്ദനെ പിന്തുണയ്ക്കാൻ കോൺഗ്രസ് നേതൃത്വം ആലോചിച്ചിരുന്നെങ്കിലും ഇപ്പോൾ അവർ പിന്മാറുന്നത് മുകുന്ദന് തിരിച്ചടിയാണ്. ഇതോടെയാണ് BJP ജില്ലാ കമ്മിറ്റി ഓഫീസായ നമോ ഭവനിലെത്തി CC മുകുന്ദൻ അംഗത്വം സ്വീകരിച്ചത്. BJP പ്രവേശനം ഉറപ്പിച്ചതോടെ സിറ്റിംഗ് സീറ്റായ നാട്ടിക നിയമസഭാ മണ്ഡലത്തിൽ CC മുകുന്ദൻ BJP സ്ഥാനാർത്ഥിയാകും. മീഡിയ ടൈം, തൃശൂർ. കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ സീറ്റ് വേണമെന്ന് 2020യും BDJS-ഉം ഇതോടെ വെട്ടിലായി BJP നേതൃത്വം. BJP സ്ഥാനാർത്ഥിയാകാനായി ചുമരെഴുത്തുകൾ വരെ തുടങ്ങിയ B ഗോപാലകൃഷ്ണന് ഘടകകക്ഷികളുടെ നീക്കം തിരിച്ചടിയായിരിക്കുകയാണ്. ഇന്ന് പ്രഖ്യാപിച്ച BJP പ്രാഥമിക പട്ടികയിലും കൊടുങ്ങല്ലൂർ ഉൾപ്പെട്ടിട്ടില്ല. കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ സീറ്റുമായി ബന്ധപ്പെട്ട് NDAയിൽ പൊട്ടിത്തെറി. കൊടുങ്ങല്ലൂർ സീറ്റ് വേണമെന്ന് 2020യും BDJS-ഉം ആവശ്യപ്പെട്ടതോടെയാണ് NDAയിൽ തർക്കം ഉടലെടുത്തത്. ഇതോടെ സംസ്ഥാന നേതൃത്വം തൃശങ്കുവിലായി. കൊടുങ്ങല്ലൂരിൽ BJP നേതാവ് B ഗോപാലകൃഷ്ണൻ സ്ഥാനാർത്ഥിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചിരുന്നു. B ഗോപാലകൃഷ്ണനായി ചുവരെഴുത്ത് പ്രചരണവും തുടങ്ങിയിരുന്നു. ഇതിനിടയിലാണ് സീറ്റിനായി ഘടകകക്ഷികൾ രംഗത്തെത്തിയത്. അതേസമയം ഗോപാലകൃഷ്ണനായി തുടങ്ങിയ ചുമരെഴുത്തുകൾ നിർത്തിവച്ചിരിക്കുകയാണ് പ്രവർത്തകർ. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നിലവിൽ അനിശ്ചിതത്വത്തിൽ തുടരുകയാണ്. അതിനിടെ ഇന്ന് പ്രഖ്യാപിച്ച BJP പ്രാഥമിക പട്ടികയിലും കൊടുങ്ങല്ലൂർ ഉൾപ്പെട്ടിട്ടില്ല. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയുമായി BJP 47 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തൃശൂർ പത്മജ വേണുഗോപാൽ, മണലൂർ അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, ഇരിഞ്ഞാലക്കുട സന്തോഷ് ചെറാക്കുളം എന്നിങ്ങനെ ആകെ പ്രഖ്യാപിച്ച 47 പേരിൽ തൃശൂർ ജില്ലയിലെ 3 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മീഡിയ ടൈം, മാള. ചാലക്കുടിയിൽ UDF മുനിസിപ്പൽ കൗൺസിലർ നിയമസഭയിലേക്ക് LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കും. കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രതിനിധിയായി LDF സ്ഥാനാർത്ഥിയായിട്ടാണ് കൗൺസിലർ അഡ്വക്കേറ്റ് ബിജു S ചെറിയത്ത് മത്സരിക്കുന്നത്. ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടി നഗരസഭയിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച ആളാണ് ബിജു S ചെറിയത്ത്. ചാലക്കുടിയിലെ LDF സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് ബിജു S ചെറിയത്ത് മത്സരിക്കും. കേരള കോൺഗ്രസ് എമ്മിനാണ് ചാലക്കുടിയിലെ സീറ്റ്. നിലവിൽ കോൺഗ്രസ് പ്രവർത്തകനും നഗരസഭാ കൗൺസിലറുമാണ് അഡ്വക്കേറ്റ് ബിജു S ചെറിയത്ത്. 5 തവണ തുടർച്ചയായി നഗരസഭാ കൗൺസിലറാണ്.
കൗൺസിലർ സ്ഥാനവും കോൺഗ്രസ് അംഗത്വവും രാജിവെച്ചാണ് കേരള കോൺഗ്രസ് എമ്മിൽ എത്തുന്നത്. ബിജു എസ് ചിറേത്ത് കൗൺസിൽ സ്ഥാനം രാജിവെച്ചു. നഗരസഭാ സെക്രട്ടറി കെ പ്രമോദിനാണ് രാജിക്കത്ത് സമർപ്പിച്ചത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നിന്നും രാജിവെച്ചെത്തിയ ഡെന്നിസ് കെ ആന്റണിയായിരുന്നു ചാലക്കുടിയിലെ സ്ഥാനാർത്ഥി. 1057 വോട്ടുകൾക്ക് ഡെന്നിസ് നിലവിലെ MLA സനീഷ് കുമാർ ജോസഫിനോട് പരാജയപ്പെട്ടു. ഇപ്പോഴും കോൺഗ്രസിൽ നിന്നും രാജിവെച്ചെത്തിയ ബിജു എസ് ചിറേത്ത് LDF സ്ഥാനാർത്ഥിയായതും വിചിത്രമാണ്. നിലവിലെ MLA സനീഷ് കുമാർ ജോസഫാണ് UDF സ്ഥാനാർത്ഥി. മീഡിയ ടൈം, ചാലക്കുടി. മാള ബ്ലോക്ക് പഞ്ചായത്തിലെ ഭരണസമിതി യോഗത്തിൽ നാടകീയ രംഗങ്ങൾ പുറത്തുനിന്നുമെത്തിയ LDF പ്രവർത്തകർ സെക്രട്ടറിയെ ഉപരോധിച്ചു. കോൺഗ്രസ് അംഗങ്ങളുമായി ഉണ്ടായ വാക്കേറ്റം പലപ്പോഴും സംഘർഷത്തിലേക്ക് വഴിമാറാതെയിരുന്നത് പോലീസ് സാന്നിധ്യം കൊണ്ട് മാത്രമാണ്. ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ടില്ലറും യന്ത്രങ്ങളും മോഷണം പോയ വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ട് LDF നേതാക്കൾ പ്രതിഷേധിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ടില്ലറും യന്ത്രങ്ങളും മോഷണം പോയ വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ട് LDF നേതാക്കൾ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലെത്തി പ്രതിഷേധിച്ചു. ഭരണസമിതി യോഗം നടന്നുകൊണ്ടിരിക്കെ അതിക്രമിച്ചു കയറിയ പ്രവർത്തകർ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരോട് അസഭ്യമായി സംസാരിച്ചതായും പറയുന്നു. മാർച്ച് 2-ന് ബ്ലോക്ക് പഞ്ചായത്തിലെ ടില്ലർ ഉൾപ്പെടെയുള്ള യന്ത്രസാമഗ്രികൾ മോഷണം പോയതിനെ തുടർന്ന് താൽക്കാലിക ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്യുകയും മോഷണ മുതലുകൾ തിരികെ കൊണ്ടുവരികയും ചെയ്തു. എന്നാൽ മോഷണത്തിൽ ഭരണസമിതിക്കും പങ്കുണ്ടെന്നും സെക്രട്ടറി പരാതി നൽകണമെന്നും ആവശ്യപ്പെട്ടെങ്കിലും പോലീസിൽ പരാതി നൽകാൻ സെക്രട്ടറി തയ്യാറായില്ലെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. ഇടതുപക്ഷത്തിന്റെ മെമ്പർമാരാകെ ആവശ്യപ്പെട്ടത് ഇതൊരു കളവാണ്. സാധാരണ ഒരു കളവ് നടത്താൻ എന്ത് ചെയ്യും? ഒരു കളവ് ഒരു സർക്കാർ സ്ഥാപനത്തിൽ നടന്നാലും സ്വകാര്യ വ്യക്തിയുടെ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ വ്യക്തിയുടെ വീട്ടിലോ ഉടമസ്ഥയിലോ സ്ഥാപനത്തിലോ നടന്നാലും നിയമാനുസൃതമായ നടപടി സ്വീകരിക്കും. എന്താ നിയമം അനുശാസിക്കുന്നത്? ഒരു വസ്തു കാണാനില്ലെങ്കിൽ ആ കട്ടവനെ വിളിച്ച് ആ സാധനങ്ങൾ തൊണ്ടി മുതൽ തിരിച്ചു വാങ്ങി കോംപ്രമൈസ് ചെയ്യുക എന്ന സമീപനമാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്ന കോൺഗ്രസിന്റെ ഭരണസമിതി ചെയ്തത് എന്ന് പറഞ്ഞാൽ ആ ഭരണസമിതിക്ക് ഈ കളവിൽ പങ്കുണ്ട്. ഇതാണ് പ്രശ്നം. അല്ലെങ്കിൽ എന്താ പോലീസിൽ സെക്രട്ടറി പരാതി കൊടുക്കാഞ്ഞേ? സെക്രട്ടറി ന്യായമായും പോലീസിൽ പരാതി കൊടുക്കണ്ടേ? സെക്രട്ടറിയും കൂട്ടുനിൽക്കുകയാണെന്നും ആരോപണം ഉന്നയിച്ച് വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കും പരാതി നൽകിയിരിക്കുകയാണ് LDF. അതേസമയം ബ്ലോക്കിന്റെ ശുചീകരണവുമായി ബന്ധപ്പെട്ട് താൽക്കാലിക ജീവനക്കാരനെ പഴയ ഉപയോഗശൂന്യമായ സാധനങ്ങൾ മാറ്റാൻ പറഞ്ഞിരുന്നെന്നും തങ്ങൾ അറിയാതെയാണ് ഈ കൂട്ടത്തിൽ ഇയാൾ ടില്ലർ ഉൾപ്പെടെയുള്ളവ കൊണ്ടുപോയതെന്നും ഭരണസമിതി അംഗം പറഞ്ഞു. LDF നേതാക്കൾ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് അതിക്രമിച്ചു കയറി പ്രതിഷേധം നടത്തിയത് പോലീസ് തടഞ്ഞില്ലെന്നും അവർ ആരോപിച്ചു. ഇന്ന് കമ്മിറ്റി നടക്കുന്ന സമയത്ത് ഇന്ന് ഇവിടെ പോലീസുകാർ വളരെയധികം പോലീസുകാർ വരികയും പോലീസിനോട് പ്രസിഡന്റും സെക്രട്ടറിയും രേഖാമൂലം ആവശ്യപ്പെടുകയും ഭരണസമിതി ഹാളിലേക്ക് ഒറ്റ പോലീസുകാരെ അല്ലെങ്കിൽ മറ്റുള്ളവരെ കയറാൻ പാടില്ല എന്ന് നമ്മൾ ആവശ്യപ്പെടുകയും ചെയ്തു. ആ സമയത്ത് യാതൊരു വക നടപടിയും സ്വീകരിക്കാതെ ഭരണസമിതി ഹാളിലേക്ക് ഇവിടെ അതിക്രമിച്ച് കയറി വന്ന പ്രവർത്തകരെ കയറാൻ അനുവദിക്കുകയും അവിടെ ഇരുന്നിരുന്ന പ്രസിഡന്റിനോടും സെക്രട്ടറിയോടും വനിതാ സെക്രട്ടറിയോട് അതിശയകമായ രീതിയിൽ സംസാരിക്കുകയും വനിതാ പ്രസിഡന്റിനോട് അതിന് മോശമായ രീതിയിൽ മറ്റുള്ളവരെ തട്ടിക്കയറുകയും വളരെയധികം ആക്ഷേപകരമായ രീതിയിൽ സംസാരിക്കുകയും ചെയ്തു. 11 മണിക്ക് കയറിയ പ്രതിഷേധം 4 മണിക്കൂർ വരെ അവർ അതിൻ്റെ ഉള്ളിലിരുന്ന് എല്ലാവരെയും അപമാനിക്കുന്ന രീതിയിലും അപഹരിക്കുന്ന രീതിയിലുള്ള നടപടികളാണ് ഉണ്ടായിരുന്നത്. തനിക്ക് അന്നം തരുന്ന സ്ഥാപനത്തിന്റെ ചുമരുകൾ ചിത്രം വരച്ച് മനോഹരമാക്കി യുവാവ്. കൊടകര വാസുപുരം സ്വദേശി രാജേഷാണ് താൻ ജോലി ചെയ്യുന്ന പമ്പ് ഹൗസിലെ ചുമരിൽ ചിത്രം വരച്ച് മനോഹരമാക്കുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തൃശൂർ ലളിതകലാ അക്കാദമിയുടെ ആർട്ട് ഗാലറിയിൽ ചിത്രപ്രദർശനം സംഘടിപ്പിച്ച് ശ്രദ്ധ നേടിയിട്ടുണ്ട് ഇദ്ദേഹം.
കുറുമാലിപ്പുഴയോരത്ത് മറ്റത്തൂർ ആറ്റപ്പള്ളി പമ്പ് ഹൗസിന്റെ ഭിത്തിയിലാണ് രാജേഷിന്റെ കരവിരുതിൽ ഭീമൻ കടുവയുടെ ചിത്രം പിറവിയെടുത്തത്. 15 അടി ഉയരത്തിലും 12 അടി വീതിയിലുമാണ് രാജേഷ് ചിത്രം വരച്ചിരിക്കുന്നത്. അക്രലിക് പെയിന്റ് ഉപയോഗിച്ച് 3 ദിവസത്തോളം എടുത്താണ് കടുവയുടെ ചിത്രം പൂർത്തീകരിച്ചത്. ആറ്റപ്പള്ളി ഇറിഗേഷൻ പദ്ധതിയുടെ പമ്പ് ഓപ്പറേറ്ററായി ജോലി നോക്കുന്ന ഇദ്ദേഹം ജോലിയുടെ ഇടവേള സമയങ്ങളിലാണ് ചിത്രരചനയിൽ മുഴുകാറുള്ളത്. കോടാലിയിലെ മുദ്ര ആർട്സ് എന്ന സ്ഥാപനത്തിൽ ആർട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഇദ്ദേഹം ചിത്രരചനാ തലത്തിൽ ശാസ്ത്രീയമായി പഠിച്ചിട്ടില്ലെങ്കിലും ഇദ്ദേഹത്തിന്റെ കരവിരുതിൽ നിരവധി ചിത്രങ്ങളാണ് ഇതിനോടകം തന്നെ പിറവിയെടുത്തത്. അപ്പോൾ ഞാൻ അത്യാവശ്യം ചെറുതായിട്ടൊക്കെ വരയ്ക്കും. അപ്പോൾ അങ്ങനെ ചില ഒരു എക്സിബിഷൻ തൃശ്ശൂരൊക്കെ കഴിഞ്ഞ മാസം നടത്തിയിരുന്നു. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഞാനിവിടെ അങ്ങനെ ചുമ്മാ ഇപ്പോൾ നമ്മൾ മോട്ടർ വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ റെസ്റ്റാണല്ലോ. അപ്പോൾ ഞങ്ങളിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ നമ്മുടെ ഒരു സ്ഥാപനം ഇങ്ങനെ ഒരു ഇതായിട്ട് എടുക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു പടമൊക്കെ വരച്ച ഒരു വൃത്തിയാക്കി എടുക്കുമല്ലോ. ആ ഒരു ഉദ്ദേശത്തിലാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ പുഴയും, അപ്പോൾ ഇവിടെ ഒരുപാട് കുട്ടികളൊക്കെ കുളിക്കാനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം, അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സംതൃപ്തി, അങ്ങനെ വരച്ചതാണ്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ ചിത്രം വരച്ച് മന്ത്രിക്ക് നേരിട്ട് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. പമ്പ് ഓപ്പറേറ്ററായി ജോലി ലഭിച്ചതിനെ തുടർന്ന് ചിത്രരചനയ്ക്ക് താൽക്കാലികമായി അവധി നൽകുകയായിരുന്നു. അന്നം തരുന്ന സ്ഥാപനത്തിനു വേണ്ടി വീണ്ടും ബ്രഷും പെയിന്റും കയ്യിലെടുത്ത ചാരിതാർത്ഥ്യത്തിലാണ് രാജേഷ്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് തൃശൂർ ലളിതകലാ അക്കാദമിയുടെ ആർട്ട് ഗ്യാലറിയിൽ ചിത്ര പ്രദർശനം സംഘടിപ്പിച്ച് ശ്രദ്ധ നേടിയിട്ടുണ്ട് ഇദ്ദേഹം. മീഡിയ ടൈം, പുതുക്കാട്. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. മാള ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ മാള BRCയുടെ കീഴിൽ വരുന്ന സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് കണ്ണടകൾ വിതരണം ചെയ്തു. 35ഓളം സ്കൂളുകളിലെ 130ഓളം വിദ്യാർത്ഥികൾക്കാണ് കണ്ണടകൾ സൗജന്യമായി നൽകിയത്. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ് ഉദ്ഘാടനം ചെയ്തു. അതേപോലെ തന്നെ ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ ലയൺസ് ക്ലബ്ബ് കാഴ്ചവെക്കുന്നുണ്ട്. ആരോഗ്യ മേഖലയിലായാലും വിദ്യാഭ്യാസ മേഖലയിലായി തന്നെയായാലും മറ്റു അനേകം കാര്യങ്ങളിൽ ലയൺസ് ക്ലബിൻ്റെ പ്രാധാന്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ കണ്ണുകൾ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ കണ്ണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം കണ്ണ് തന്നെയാണ്. അപ്പോൾ ഈ കണ്ണിൻ്റെ ആരോഗ്യം അത് നമുക്ക് നിർബന്ധമായും ആവശ്യമുള്ള ഒരു കാര്യമാണ്. കുട്ടികളെ നമുക്ക് പ്രത്യേകിച്ചും അവർക്ക് പഠിക്കാനും കണ്ണിൽ കാഴ്ചയില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലയൺസ് ക്ലബ്ബ് വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതിയാണെന്ന് ഞാൻ അറിഞ്ഞത്. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് സെലിൻ ജെയിംസ് അധ്യക്ഷത വഹിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ ജോഷി കാഞ്ഞുത്തറ, ജെയിൻ ചിറ്റിലപ്പള്ളി, ജോളി ടൈറ്റ്, സാലി പീറ്റർ, ക്ലബ്ബ് അംഗങ്ങൾ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. ഭരണി ഉത്സവത്തിന്റെ ആരവങ്ങൾ ഉയർന്ന ശ്രീ കുരുമ്പക്കാവിൽ ആചാരാനുഷ്ഠാനങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. ഭരണി നാളിൽ ഭഗവതിക്ക് നിവേദിക്കുന്ന വരിയരി പായസത്തിനുള്ള വരിനെല്ല് ഗുരുവായൂരിന് സമീപമുള്ള കൊരഞ്ഞിയൂർ കീഴേപ്പാട്ട് തറവാട്ടിൽ നിന്ന് ഇന്ന് രാവിലെ ശ്രീ കുരുമ്പക്കാവിലെത്തി. കുരഞ്ഞിയൂർ തറവാട്ടിൽ ദിവാകരൻ നായരുടെ നേതൃത്വത്തിലെത്തിച്ച വരിനെല്ല് ക്ഷേത്രനടയിൽ നെയ്വിളക്കിനു മുന്നിലെ ചെമ്പട്ടിൽ സമർപ്പിച്ചു. സമർപ്പണ ചടങ്ങിന് തിരുവഞ്ചിക്കുളം ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ MR മിനി, മാനേജർ K വിനോദ്, ഉപദേശക സമിതി പ്രസിഡന്റ് KK ഭരതൻ, സെക്രട്ടറി V സന്തോഷ് എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. വെള്ളാങ്കല്ലൂർ മേഖല SKSF ഇഫ്താർ സംഗമവും കിഡ്സ് ബി അൽബീർ സ്കൂൾ ഓഫീസ് ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും നടത്തി. SKSF ജില്ലാ സെക്രട്ടറി ഫൈറുസ് ഹുദവി ഉദ്ഘാടനം ചെയ്തു. നോമ്പ് മുൻഗാമികൾക്കൊക്കെ നിർബന്ധമാക്കിയതുപോലത്തെ നോമ്പ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് നോക്കുന്ന നോമ്പ് പോലത്തെ നോമ്പല്ല മുൻഗാമികൾക്ക് ഉണ്ടായിരുന്നത്. എപ്പോഴെപ്പോഴും ചിന്തിക്കേണ്ടത്, ഇന്ന് സുബൈ മുതൽ തുടങ്ങി മഗ്‌രിബിന് ഇഫ്താർ നടത്തി നമ്മൾ നോമ്പ് തുറക്കുന്നത് പോലത്തെ ഒരു നോമ്പല്ല മുൻഗാമികൾക്ക് ഉണ്ടായിരുന്ന നോമ്പ്. അവരുടെ നോമ്പ് ഒരു ദിവസം അങ്ങ് നീണ്ടു നിൽക്കുന്ന നോമ്പായിരുന്നു. പുത്തഞ്ചിറ കുന്നത്തേരിയിൽ നടന്ന ഇഫ്താർ സംഗമത്തിൽ സൈഫുദ്ദീൻ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി റിയാസ്, പുത്തഞ്ചിറ കിഴക്കേ മഹൽ ഖത്തീബ് ഉബൈദുള്ള നിസാമി, വെള്ളാങ്കല്ലൂർ റേഞ്ച് പ്രസിഡന്റ് CP മുഹമ്മദ് ഫൈസി, നാസർ ഫൈസി, കിഡ്സ് ബി ചെയർമാൻ സലീം കാലടി, പുത്തഞ്ചിറ കിഴക്കേ മഹൽ പ്രസിഡന്റ് മജീദ് മണ്ണാന്തറ, വൈസ് പ്രസിഡന്റ് അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു.
ചാലക്കുടി പുഴ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായുള്ള പരിശോധന നടത്തി. ചാലക്കുടി പുഴയുടെ തൃശൂർ ഭാഗത്തേക്കുള്ള പഴയ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായുള്ള പരിശോധനയാണ് നടന്നത്. ക്രെയിൻ ഉപയോഗിച്ചായിരുന്നു പരിശോധന. അറ്റകുറ്റപ്പണികൾ നടത്തുമ്പോൾ തൃശൂർ ഭാഗത്തേക്കുള്ള പാലം അടച്ചിടും. 1 മാസം കൊണ്ട് പ്രവൃത്തികൾ പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ഈ സമയത്ത് പുതിയ പാലത്തിലൂടെ ഗതാഗത ക്രമീകരണവും ഏർപ്പെടുത്തും. ചാലക്കുടി തിരുക്കുറുമ്പ ലത്തീൻ പള്ളിയിൽ വിശുദ്ധ ഔസേപ്പിതാവിന്റെ ഊട്ടുതിരുന്നാൾ മാർച്ച് 17, 18, 19 തീയതികളിൽ ആഘോഷിക്കുമെന്ന് സംഘാടകർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. 17 വൈകിട്ട് 5:30 കൊടിയേറ്റം നടക്കും. 19 ഊട്ടുതിരുന്നാൾ. രാവിലെ 9:30 തിരുനാൾ ദിവ്യബലി, 10:45 നേർച്ച സദ്യ വെഞ്ചിരിപ്പ്, തുടർന്ന് നേർച്ച സദ്യ എന്നിവ നടക്കും. വികാരി ഫാദർ ബെഞ്ചമിൻ ജൈജു ഇളഞ്ഞിക്കൽ, ഐവൺ വഞ്ചിപ്പുര, സുബിൻ ജേക്കബ്, ഷാരോൺ ജെയിംസ്, സെബാസ്റ്റ്യൻ കുറ്റിപ്പറമ്പിൽ എന്നിവർ പത്രസമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫും സംഘവും സഞ്ചരിച്ച വാഹന വ്യൂഹത്തിലേക്ക് മ്ലാവിടിച്ചു കയറി കാറിന് കേടുപാടുകൾ സംഭവിച്ചു. ചാലക്കുടി MLAയും UDF സ്ഥാനാർത്ഥിയുമായ സനീഷ് കുമാർ ജോസഫിന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം കഴിഞ്ഞ ദിവസം മലക്കപ്പാറയിൽ തോട്ടം തൊഴിലാളി മേഖലയിൽ ആയിരുന്നു. രാവിലെ ആരംഭിച്ച പ്രചരണ പരിപാടികൾ രാത്രി അവസാനിച്ചു മടങ്ങുമ്പോഴാണ് അപകടം. കണ്ണൻകുഴിയിൽ വച്ചാണ് കാറിൽ മ്ലാവ് വന്നിടിച്ചത്. കാറിലുണ്ടായിരുന്ന പരിയാരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ജുവിൻ കല്ലേലിയുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ചില്ല് തകർന്നു വീണ് ജുവിൻ കല്ലേലിക്ക് സാരമല്ലാത്ത പരിക്ക് പറ്റിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPI വിട്ട CC മുകുന്ദൻ MLA BJPയിൽ. ഇന്ന് ഉച്ചയോടെ BJP ജില്ലാ കമ്മിറ്റി ഓഫീസായ നമോ ഭവനിലെത്തി CC മുകുന്ദൻ അംഗത്വം സ്വീകരിച്ചു. സിറ്റിംഗ് സീറ്റായ നാട്ടിക നിയമസഭാ മണ്ഡലത്തിൽ CC മുകുന്ദൻ BJP സ്ഥാനാർത്ഥിയാകും. കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ സീറ്റ് വേണമെന്ന് 2020യും BDJSഉം. വെട്ടിലായി BJP നേതൃത്വം. BJP സ്ഥാനാർത്ഥിയാകാനായി ചുമരെഴുത്തുകൾ തുടങ്ങിയ B ഗോപാലകൃഷ്ണന് ഘടക കക്ഷികളുടെ നീക്കം തിരിച്ചടി. ചാലക്കുടിയിൽ UDF മുനിസിപ്പൽ കൗൺസിലർ നിയമസഭയിലേക്ക് LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കും. കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രതിനിധിയായിട്ടാണ് കൗൺസിലർ അഡ്വക്കേറ്റ് ബിജു എസ് ചെറിയത്ത് മത്സരിക്കുന്നത്. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.